ഹായ് ഫ്രണ്ട്സ്, കുറച്ച് നാൾ മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കി, പക്ഷേ പൈസ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയില്ല. ഞാൻ ആദ്യം അവൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഓർത്ത് അവൻ്റെ പ്രശ്നമാണെന്നാണ്, അവൻ ട്രേഡ് ചെയ്തതിൻ്റെ പ്രശ്നമാണെന്നാണ് ഓർത്തത്. പക്ഷേ കൂടുതൽ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ മനസ്സിലായി അവൻ ട്രേഡ് ചെയ്തതിൻ്റെ പ്രശ്നമല്ല, അവൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ തൊട്ടാണ് ഞാൻ ആക്ച്വലി ആ സത്യം റിയലൈസ് ചെയ്തത്. നമ്മൾ ട്രേഡ് ചെയ്യാൻ പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ ട്രേഡ് ചെയ്യുന്ന ബ്രോക്കറിനും അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ബ്രോക്കറിനെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു ബ്രോക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് അവരുടെ കസ്റ്റമർ സപ്പോർട്ടാണ്. കാരണം നമ്മളൊക്കെ ബിഗിനേഴ്സാണ്, നമുക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചോദിക്കാനും പറയാനും നമ്മൾ വിഡ്രോ ചെയ്യുന്ന ടൈമിലാണെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടെങ്കിൽ അത്രയും ബെനിഫിറ്റാണ്. അതും നമ്മുടെ തന്നെ മദർ ടങ്ങിലാണെങ്കിൽ നമുക്ക് അത്രയും കൺവീനിയൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൺസിഡർ ചെയ്യേണ്ട കാര്യം ഈ കസ്റ്റമർ സപ്പോർട്ട് പ്രോപ്പർ ആണോ. രണ്ടാമത് നോക്കേണ്ട കാര്യമാണ് നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ്, നമ്മൾ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കിയ പ്രോഫിറ്റ് നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ അത് എത്ര പെട്ടെന്ന് നമ്മുടെ ബാങ്കിലേക്ക് വരും, എത്ര ഫോർമാലിറ്റീസ് കുറവിൽ നമുക്ക് ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അടുത്തതാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ. ഇതെല്ലാവരും കോമൺലി ഫേസ് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ USDT ഒക്കെ മേടിക്കാനാണെങ്കിൽ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു ബ്രോക്കറിനെ ചൂസ് ചെയ്തില്ലെങ്കിൽ അതൊക്കെ മച്ച് മോർ ഡിഫിക്കൽട്ടി ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ബ്രോക്കറിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ USDT ഒക്കെ മേടിക്കാനായിട്ടുള്ള കൺവീനിയൻസ്, അതായത് നമുക്ക് ഗൂഗിൾ പേ വഴിയൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് USDT ഒക്കെ മേടിക്കാൻ പറ്റുമെന്നാണെങ്കിൽ അത്രയും അഡ്വാൻറ്റേജ് ആയിരിക്കും നമുക്ക്. പിന്നെ മറ്റൊരു കാര്യമാണ്, ചില ബ്രോക്കേഴ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, അവർ ട്രേഡ് ചെയ്യാനായിട്ട് ഒരു ആപ്പ്, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ മറ്റൊരു ആപ്പ്, വിഡ്രോ ചെയ്യാൻ മറ്റൊരു ആപ്പ്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി നമുക്ക് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടി ഒരു ആപ്പിൽ കിട്ടുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട്. അപ്പോൾ ബ്രോക്കറിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ ബ്രോക്കേഴ്സ് ചാർജ് ചെയ്യുന്ന സ്പ്രെഡ്സും കമ്മീഷൻസും. അതുപോലെ നമ്മുടെ പ്രോഫിറ്റ്സിനെയൊക്കെ കില്ല് ചെയ്തെടുക്കാനായിട്ട് ഇവർ ചാർജ് ചെയ്യുന്ന ഹൈ കമ്മീഷനും ബ്രോക്കറേജസ് ഒക്കെ മതി. സോ അപ്പോൾ നമ്മൾ ബ്രോക്കറിനെ ചൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ബ്രോക്കറേജും സ്പ്രെഡിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ദിവസങ്ങളോ ആഴ്ചകളൊക്കെ ട്രേഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ഈ ഓവർനൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡ്സ് ഒക്കെ ആഡ് ഓൺ ആവുന്ന ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രോക്കേഴ്സിനെ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ സ്പ്രെഡ് ഫ്രീ ആയിട്ടുള്ള ബ്രോക്കേഴ്സിന് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു ബ്രോക്കർ അക്കൗണ്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് വെരിഫിക്കേഷനും അതൊക്കെ ഓവർ കോംപ്ലിക്കേറ്റഡ് ആണ്. എപ്പോഴും ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് മാത്രം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അനാവശ്യമായ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചില ബ്രോക്കേഴ്സൊക്കെ ഞാൻ മേടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്ത് ഞാൻ ചൂസ് ചെയ്ത ഒരു ബ്രോക്കറാണ് ഡോയിൻ FX എന്ന് പറയുന്നത്. ദുബായിലും ഓസ്ട്രേലിയയിലും സൈഷൽസിലൊക്കെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഡോയിൻ FX എന്ന് പറയുന്നത്. എനിക്ക് ഈ ബ്രോക്കറിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കസ്റ്റമർ സപ്പോർട്ട് ഈ വാട്സപ്പ് വഴിയും നമ്മുടെ ലൈവ് ചാറ്റ് വഴിയും മെയിൽസ് വഴിയും നമുക്ക് ഇവരുടെ അടുത്ത് നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. കസ്റ്റമർ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യം ഗുഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓൺ ലാംഗ്വേജ് മദർ ടങ്ങിൽ ഇവർക്ക് കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ വിഡ്രോ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും അത് ഫാസ്റ്റായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. എനിക്കധികം ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരാറില്ല. അതുപോലെ തന്നെ ഈ USDTയും ക്രിപ്റ്റോ കറൻസിയും നമ്മുടെ പേടിഎമ്മും UPI ആപ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഡെപ്പോസിറ്റിനും വിഡ്രോവലിനും അത്ര കൺഫ്യൂഷൻ നമുക്ക് ഫീൽ ചെയ്യാറില്ല. ഡോയിൻ FX യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാനും ഡെപ്പോസിറ്റ് ചെയ്യാനും ചാർട്ട്സ് വ്യൂ ചെയ്യാനും നമ്മുടെ ട്രേഡ് ഹിസ്റ്ററിയൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആപ്സിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ഒറ്റ ബ്രോക്കറിൽ തന്നെ നമുക്ക് എല്ലാം കിട്ടും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ട്രേഡിംഗ് തുടങ്ങാനായിട്ട് ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് വേണമെന്ന് വിശ്വസിച്ചിരിക്കുന്ന പലരും ഉണ്ട്. പക്ഷേ ഈ ഒരു ബ്രോക്കറിൽ നമുക്കൊരു 1000 രൂപ ഉണ്ടെങ്കിൽ കൂടിയും നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങാനും ആ 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റും. ഈ ഡോയിൻ FX യൂസ് ചെയ്ത് നമുക്ക് മൾട്ടിപ്പിൾ മാർക്കറ്റ്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഗോൾഡ്, ഫോറക്സ്, ക്രിപ്റ്റോ കറൻസി, ഇൻസിഡീസ് അതുപോലുള്ള മൾട്ടിപ്പിൾ മാർക്കറ്റ്സിൽ നമുക്ക് ഡോയിൻ FX യൂസ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ മറ്റ് ബ്രോക്കേഴ്സിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രോക്കറിൽ ഒരു അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ബയോയിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ആസ് എ ഹെൽപ്ഫുൾ, ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് and subscribe our channel for more trading related and financial related contents.